പക്ഷേ അത് വായിച്ചതോടെയാണ് എൻ്റെ ശ്വാസമുട്ടൽ മാറിയത്. അതിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ജനുവരി 24 ഈ വർഷം 21 വന്ന് ജോസഫ് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ മേടിച്ചിരുന്നു. ഞാൻ OET പഠിക്കുന്നുണ്ടായിരുന്നു, ആ പരീക്ഷയിൽ വിജയം നേടാൻ. അപ്പോൾ അതിൽ വന്നപ്പോൾ ഞാൻ അറിയുന്നില്ല പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന്. ജനുവരി 31 ഞാൻ UPT പോസിറ്റീവായി. പരിശുദ്ധ അമ്മയുടെ സുഗന്ധത്തിൻ്റെ മണങ്ങൾ അതുപോലെ തന്നെ എനിക്ക് പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അന്ന് ജനുവരി 31 UPT പോസിറ്റീവ് ആവുന്നു. ഫെബ്രുവരി 1, 2, 3 എനിക്കറിയില്ല, മോളെ വലത്ത് കയ്യിലും പിടിച്ച് ഇടത് കയ്യിലൊരു മകനെ പിടിച്ച്, എൻ്റെ മോളുടെ മുഖഛായ ഏകദേശം വരുന്ന ഒരു മകനെ പിടിച്ചിട്ട് മാതാവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് പറഞ്ഞിരുന്ന എല്ലാവരും അതൊക്കെ ചുമ്മാതെ അങ്ങനെ ചിന്തിക്കുള്ളൂ എന്നറിയാം. അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ഹസ്ബൻഡിനോടും പറഞ്ഞു, എൻ്റെ അമ്മയോടും എന്നെ ഉടമ്പടി എടുക്കാൻ പ്രേരിപ്പിച്ച എൻ്റെ കസിനോടും. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നോട്, മോളെ